ഇപ്പം നോക്കിക്കോണം, അവർ ചെയ്ത എല്ലാ കാര്യത്തിനും അവർ സമരം ചെയ്യുന്നതായിരിക്കും. സമരം കൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് അവർ തകരാൻ പോകുന്ന ഒരു കാലമാണ് 5 വർഷം. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കസേരയിൽ മാനസികമായി സുഖമില്ലാത്ത അത്ര ആൾ കയറി ഇരുന്നിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ചയാളാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം ഒരു സമയത്ത് അടി കൊണ്ട് മരിക്കാറായ ആളാണ്, പോലീസിൻ്റെ അടി. അപ്പോൾ അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീ വി.ഡി. സതീശൻ. ഞാൻ ഇന്നും ഓർക്കുന്നു, 2011 എൻ്റെ പിതാവ് അദ്ദേഹത്തെ സ്പീക്കറാവാൻ നിർബന്ധിച്ച ആളാണ്. മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാർ, അതുപോലെ തന്നെ ജനവികാരം, അതുപോലെ എല്ലാ ഫാക്ടേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളാണോ നിശ്ചയിക്കുന്നത് എനിക്കൊരു സംശയം വരിക. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവണം. ഇനി വിദേശത്തേക്കല്ല പോകേണ്ടത്, ഇവിടെ തന്നെ നിൽക്കാനുള്ള സാഹചര്യം. 100 സീറ്റ് നേടി ഒരു മിന്നും വിജയമാണ് ടീം UDF നേടിയിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നു 100 മുകളിൽ സീറ്റ് നേടും. അത് പ്രതിപക്ഷ നേതാവ് തുടക്കം തൊട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും നമ്മൾ പ്രതീക്ഷയേക്കാൾ അപ്പുറം വിജയം ഉണ്ടായെന്നുള്ളതാണ് വിഷയം. ഈ ഇടത് കോട്ടകളിലൊക്കെ വോട്ട് നേരെ UDF-നോട്ട് മാറുകയാണ്. ആ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഇടതുപക്ഷക്കാരൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷം ജയിക്കുവാണെങ്കിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷം ആഗ്രഹിച്ച പരാജയമാണ്. കാരണം നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി അവരെന്നുള്ള തോന്നൽ അവർക്കുണ്ട്. ജനങ്ങളിലേക്ക് തിരിച്ചു ചെല്ലാൻ അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷത്തിരിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും ഈ പറഞ്ഞ പ്രതിപക്ഷത്തിരുന്നാലും നടക്കത്തുള്ളൂ. അവരുടെ സമരം മുറകളൊക്കെ ഇനി തിരിച്ചു വരാൻ സമരം തുടങ്ങിക്കഴിഞ്ഞല്ലോ. തോറ്റ ദിവസം തന്നെ സമരം തുടങ്ങിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് സമരത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും സർക്കാരിൻ്റെ നിലപാടുകളൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു മിന്നും വിജയത്തിന് ശേഷം പാർട്ടിക്കിടയ്ക്ക് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ തോന്നുന്നു ചില വികാര വിക്ഷോഭങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് അതിരിവിടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പാർട്ടി ആകുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. ഇപ്പോൾ ഒരു അപക്വമായിട്ടുള്ള നിലപാടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് വരട്ടെ, സമയം കൊടുക്കണ്ടേ. നമുക്ക് ലീഡർഷിപ്പിനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്പം സമയം കൊടുക്കണം. അപ്പോൾ വികാരത്തിലാണ്. പക്ഷേ അതിന് ഉത്തരവാദികൾ മാധ്യമങ്ങൾ കൂടിയാണ്. നിങ്ങളാണ് ഇതൊന്ന് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഓരോ പ്രശ്നങ്ങളും ഇലക്ഷൻ തീർന്നതിന് ശേഷം ഇന്ന് വരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത് നിങ്ങളും കൂടെ ദോഷമാവണം. അതെന്താണ് എനിക്ക് അഭ്യർത്ഥിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലെക്സൊക്കെ വലിച്ചു കയറിയൊക്കെ പ്രവർത്തകർ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു വിജയത്തിനെ ഒരു മധുരം കളയുന്ന രീതിയിലുള്ളതാണോ പ്രവർത്തകർ തന്നെ നടത്തുന്നത്? പ്രവർത്തകർ മാത്രമായിരിക്കും, മറ്റു പാർട്ടിക്കാരും ചിലപ്പോൾ ഇതുപോലെ കൂടും. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് അടിയിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു BJP-കാരനാണ് വളരെ മോശമായ കമൻറ്റ് എൻ്റെ ഫാദറിനെ പറ്റി. എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല, എല്ലാ BJP-കാരും പറയണമെന്നില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്ന വ്യക്തി വളരെ മോശമായി എൻ്റെ പിതാവിനെ അധിക്ഷേപിച്ചിരിക്കുക. പക്ഷെ നോക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഒരു കമൻറ്റാണ്, ന്യൂട്രലായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ പ്രൊഫൈലിൽ പോയി എത്ര പേര് നോക്കും? അപ്പം ഇതിനകത്തെ പ്രകടനങ്ങളിടയിലും ഇതുപോലത്തെ അവസരങ്ങളിൽ ഇവർ അവസരം കണ്ടെത്തി ഉപയോഗിക്കുകയാണ് നമ്മളെ ആക്രമിക്കാനും. അതുപോലെ തന്നെ UDF-ൻ്റെ ഈ ശോഭ കെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ ഫ്ലെക്സ് കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് വലിച്ചു കയറിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് അതിനൊപ്പം കയറി. അപ്പോൾ അത് എങ്ങനെയാണ് കാണുന്ന? അതിപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കസേരയിൽ മാനസികമായി സുഖമില്ലാത്ത അത്ര ആൾ കയറി ഇരുന്നിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ചയാളാണ്. പക്ഷെ നമുക്കിത്രേ ഉള്ളൂ, അതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ പ്രകടനത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് പാർട്ടിയാണെന്നുള്ളൊരു പേര് വരുന്നു എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്ന് റിസ്ട്രിക്റ്റ് കാണിക്കണമെന്ന് പറഞ്ഞത്. അതൊരു കോൺഗ്രസ്സുകാരനാണെന്ന് കരുതുന്നുണ്ടോ? ആ കയറിയതാണ് എനിക്ക് തോന്നുന്നു. നുഴഞ്ഞേറ്റമുണ്ട്, കാണാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പോസ്റ്റ് വേണേൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പോസ്റ്റിനടിയിൽ എൻ്റെ പിതാവിനെ പറ്റി വളരെ അമാന്യമായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ മറ്റൊരു പാർട്ടിക്കാരനാണ്. പക്ഷെ ആ പാർട്ടിക്കാരെല്ലാം അങ്ങനെ ചെയ്യില്ല. പക്ഷെ ചിലരങ്ങനെ അവസരം കണ്ടാൽ ഉപയോഗിക്കും. ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചയിൽ 3 പേരുടെ പേരാണ് പ്രധാനമായിട്ടൊന്ന്. ഈ 3 പേരെയും എങ്ങനെയാണ് ചാണ്ടിയുമ്മൻ വിലയിരുത്തുന്നത്? അല്ല, കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അദ്ദേഹമാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ വലിയ പോരാട്ടം നയിക്കുന്ന വ്യക്തിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അദ്ദേഹം ഒരു സമയത്ത് അടി കൊണ്ട് മരിക്കാറായ ആളാണ്, പോലീസിൻ്റെ അടി. അപ്പോൾ അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീ വി.ഡി. സതീശൻ. ഞാൻ ഇന്നും ഓർക്കുന്നു, 2011 എൻ്റെ പിതാവ് അദ്ദേഹത്തെ സ്പീക്കറാവാൻ നിർബന്ധിച്ച ആളാണ്. പക്ഷെ അതേ ആയില്ല. അപ്പം അങ്ങനെ അധികാരത്തോട് വലിയ ഭ്രമമില്ലാത്തൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയാണെങ്കിൽ എൻ്റെ പിതാവിനോടൊപ്പം ഈ പാർട്ടി കെട്ടിപ്പടുത്ത ആളാണ്. 10 വർഷം PC പ്രസിഡന്റ് ആയ ആളാണ്, ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്. അപ്പോൾ സീനിയറാണ് വ്യക്തിയാണ്. ഒത്തിരി പതിറ്റാണ്ടത്തെ സേവനമുണ്ട്. അപ്പോൾ 3 പേരും തുല്യരാണ് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ജനവികാരം കൂടി കണക്കിലെടുത്തൊരു തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ജനവികാരം MLA-മാരിലുള്ള വികാരം ജനവികാരമല്ലേ? MLA-മാരുടെ വികാരം എന്ന് പറഞ്ഞാൽ ജനവികാരമാണ്. MLA-മാരോടൊപ്പം തന്നെ നമ്മുടെ ഘടകകക്ഷികളുടെ വികാരം എടുത്തിട്ടുണ്ട്.
പൊതുവായ അറ്റ്മോസ്ഫിയർ നോക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയുടെ വികാരം ചോദിച്ചാൽ അത് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഒത്തിരി ബോട്ട്സ് ഉണ്ട്, ഫേക്ക് IDs ഉണ്ട്. അത് ഉപയോഗിച്ച് എത്ര ലക്ഷം വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് അതൊരു ജനവികാരത്തിൻ്റെ അസസ്മെൻ്റ് അല്ല, പക്ഷെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വികാരമുണ്ട്. തീരുമാനം വൈകിയെന്ന് തോന്നുന്നില്ലല്ലോ. ഒരു വൈകലുമില്ല. എത്രയോ താമസിച്ചാൽ കഴിഞ്ഞ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ 14 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ എവിടെ ധൃതിയുള്ളത്? ഞങ്ങൾക്ക് ധൃതിയില്ല. അപ്പോൾ ഈ ഒരു തീരുമാനം വരുമ്പോഴത്തേക്ക് 3 ഘടകങ്ങളുണ്ട്. ഇപ്പം ജനവികാരം ഒന്നുണ്ട്, MLA-മാരുടെ പിന്തുണയുണ്ട്, അല്ലാതെ മൊത്തത്തിലൊരു ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇതെല്ലാം നാഷണൽ ലീഡർഷിപ്പ് തീരുമാനിക്കും. ഏത് ഫാക്ടർ കൗണ്ട് ചെയ്യണമെന്നും ഏത് ഫേക്ക് ആണെന്നും ഏത് ഒറിജിനൽ ആണെന്നുള്ളതൊക്കെ അവർ നോക്കി അവർ തീരുമാനിക്കും. ഒരു ചിത്രം പുറത്തു വന്നല്ലോ, അതിലെന്താ ഒരു കമൻറ്റ് ആൾക്കാർ? അത് അവർ തന്നെ പറഞ്ഞല്ലോ, അത് ഒറിജിനൽ അല്ല എന്നുള്ളത് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, അതല്ല ഒപ്പീനിയൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് ഇടതുപക്ഷം തന്നെ പറയുന്നത് വീണ്ടും പിണറായി വിജയൻ്റെ പേരാണ്. വീണ്ടും പിണറായി വരുമ്പോഴത്തേക്ക് അവരല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയെ പറ്റി അവർക്ക് കൺസേൺ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവരെ പറ്റി അത്ര കൺസേൺ ഇല്ല. അവരാരെ വേണേൽ തീരുമാനിച്ചോട്ടെ, അവരുടെ തീരുമാനമാണ് ഫൈനലായിട്ട് എടുക്കുക. വീണ്ടും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. 79 ലക്ഷം രൂപ ചെലവ് ലാഭിച്ചെന്ന് പറയല്ലോ. അപ്പോൾ ആ പ്രചരണ പരിപാടിക്ക് സൈക്കിൾ ഓടിച്ചതും അത്തരം പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ തിരഞ്ഞെടുപ്പ്? ഇതിനകത്തുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷമാണ് ചിലവാക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഡൊണേഷനായി 1 കോടിയോളം രൂപ കിട്ടി. പക്ഷെ ഞാൻ ഉപയോഗിച്ച 21 ലക്ഷമാണ്. ബാക്കി 79 ലക്ഷമാണ്. കാരണം അതാണ് ജനസേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ട് തന്നെയാണ് എനിക്കതിനെ കണക്കാക്കാൻ സാധിക്കുന്നത്. സൈക്കിള് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം നേടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KC ഒക്കെ ഉണ്ടായിരുന്നല്ലോ കൂടെ. തീർച്ചയായിട്ടും KC വന്ന് ചവിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി വന്നായിരുന്നു. ഇന്ത്യയിലെ മികച്ച നേതാക്കന്മാർ സച്ചിൻ പൈലറ്റ്, അസറുദ്ദീൻ അടക്കമുള്ളവർ വന്നത് ഈ അവസരത്തിൽ സ്നേഹത്തോട് നന്ദിയോട്, രാജസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വന്നിരുന്നു. പ്രത്യേക നന്ദിയും ആണ് അവരോടൊക്കെ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് കുറച്ച് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതൊക്കെ ഇനി എത്ര അതെല്ലാം പുതിയ മുഖ്യമന്ത്രി നോക്കിക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എല്ലാം ടേക്ക് കെയർ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും പുതിയ മുഖ്യമന്ത്രി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനം വന്നു കഴിഞ്ഞാൽ അടുത്ത് ഇനി മന്ത്രിസ്ഥാനത്തിലേക്കൊരു അതൊക്കെ പാർട്ടി ഇതിനെക്കാട്ടി സ്മൂത്തായിട്ട് അത് പോയിക്കോളും. ചെറുപ്പക്കാർക്ക് ഒരു പ്രാതിനിധ്യം നിർബന്ധമൊന്നുമില്ല, അത് പാർട്ടി തീരുമാനിച്ചോളൂ. ആരെ വേണേൽ പാർട്ടി തീരുമാനിക്കാം. ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. പാർട്ടിയാണ് വരുന്നത്, വ്യക്തിയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അദൃശ്യ സാന്നിധ്യം എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായും ഉമ്മൻചാണ്ടി എന്നുള്ളത് 140 മണ്ഡലങ്ങളിലും പ്രസൻസ് ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ KPCCയിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായമായി പഴമിട്ടിട്ട് പാലഭിഷേകം പോലും ചെയ്തത്. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം, പൊതുജനത്തിൻ്റെ വികാരമാണ്. തീർച്ചയായിട്ടും 140 മണ്ഡലത്തിലും അതേ ഒരു ഫാക്ടറാണ്. ഇനിയൊരു 5 കൊല്ലം എങ്ങനെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്? അല്ല, അത് ഞാൻ ഒരു അജണ്ട പറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ്, IT, അതുപോലെ തന്നെ സ്പിരിച്വൽ ടൂറിസം. സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി. അതിനൊരു എക്കോണമി ഉണ്ട്. മറ്റൊരു എന്താ പറയുക, ഒരു ടർഫ് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പരിപാടികൾ നമ്മളിപ്പോൾ തന്നെ പ്ലാനിങ്ങിലാണ്. 2.5 വർഷമായിട്ട് ഞാൻ അതിൻ്റെ വർക്കിലാണ്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുക. ഇപ്പോൾ ഈ കേരളത്തിൽ അടിയന്തരമായിട്ട് മാറ്റം വേണമെന്ന് തോന്നുന്നൊരു മേഖല ഏതാണ്? ജോബ്സാണ്. ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം. അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറണം. അതായത് ജെൻസി വോട്ട് നല്ല രീതിയിൽ ബാധിച്ചൊരു തെരഞ്ഞെടുപ്പും കൂടിയാണ്. അവർ കോൺഗ്രസിനൊപ്പം നിന്ന ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് കുറച്ച് അധികം കാര്യങ്ങൾ വേണമല്ലോ. ഉറപ്പായിട്ടും ജോലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഒത്തിരി പേര് നമ്മളെ വിളിക്കും, അപ്രോച്ച് ചെയ്യും, ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ജോലി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവണം. ഇനി വിദേശത്തേക്കല്ല പോകേണ്ടത്, ഇവിടെ തന്നെ നിൽക്കാനുള്ള സാഹചര്യം. ഇനി ഒരു സമരങ്ങളുടെ ഒരു കാലം കൂടിയാണ് ഇനി വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ എന്താ കോൺഗ്രസ്? സമരം കൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട്? അവർ തകരാൻ പോകുന്ന ഒരു കാലമാണ് 5 വർഷം. സമരം കൊണ്ടും ഗുണമില്ല. ഈ കാണിക്കുന്ന ഇപ്പം നോക്കിക്കോണം, അവർ ചെയ്ത എല്ലാ കാര്യത്തിനും അവർ സമരം ചെയ്യുന്നതായിരിക്കും. ഒരു ഡസൻ മന്ത്രിമാരെ തോറ്റ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഇവരൊക്കെ പരാജയമായിരുന്നെന്ന് കരുതുന്നുണ്ടോ? പൂർണ്ണമായിട്ട് അവരുടെ വകുപ്പുകളൊക്കെ അതുകൊണ്ടാണല്ലോ അവർ പരാജയപ്പെട്ടത്. ജനങ്ങൾ പരാജയപ്പെടുത്തിയത് കൊണ്ടാണല്ലോ. അവരുടെ വകുപ്പ് അവർ വാണിയും കൂടിയാണ് അടുത്ത മന്ത്രിസഭയിൽ അംഗങ്ങൾ. നമ്മൾ ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കരുത്. ഏതെങ്കിലും ഒരു മന്ത്രി ഇപ്പോൾ ഭരിച്ചതിലാണെങ്കിൽ തോറ്റയിലാണെങ്കിൽ ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് കരുതുന്ന ഒരു മന്ത്രി ആരാണ് ഈ ഒരു കഴിഞ്ഞ LDF? അങ്ങനെ പറയാൻ ആരുമില്ല. ആരുമില്ല.